ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വോയിസ് ഓവർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഞങ്ങളുടെ കോഴിക്കോട് പുതിയറ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുതിയറ ഫെസ്റ്റിവലിലേക്ക് സ്ക്രീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഡാൻസിൻ്റെ സ്ക്രീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഡാൻസ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. മുന്നത്തെ വർഷം ഇങ്ങനെ പുതിയറ ഫെസ്റ്റിവലിൽ ഞാനൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നു നെക്സ്റ്റ് ടൈം ആവുമ്പോൾ എന്തെങ്കിലും ഡാൻസ് പഠിച്ചിട്ട് തന്നെ കളിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്രാവശ്യവും എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പഠിക്കാതെ തന്നെയാണ് ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അറിയാനുള്ള ഒരു ഡാൻസ് ജസ്റ്റ് കളിക്കുന്നതെന്ന് മാത്രം, മുന്നേ കളിച്ചിട്ടുള്ള ഡാൻസ് തന്നെയാണ്. അപ്പം ഞാൻ അത് തന്നെ കളിക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് ആ ടൈമിൽ സുഖമില്ലായിരുന്നു, പനിയും കോൾഡും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഒരുപാട് പ്രിപ്പയർഡൊന്നും അല്ലായിരുന്നു. പിന്നെ കോസ്റ്റ്യൂം എൻ്റെ സ്വന്തം ഡ്രസ്സ് തന്നെയാണ്. മിന്നാരം ബോട്ടിക് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടിക്കിൽ നിന്നാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തത്. എൻ്റെ കസിൻ്റെ മാരേജിന് വേണ്ടിയിട്ടായിരുന്നു ആ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ ഡാൻസിന് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഹെയറിൽ എക്സ്റ്റൻഷനൊക്കെ വച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഡ്രസ്സ്. ബാക്കിലൊക്കെ കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ്. ഞങ്ങളൊരു റെഫറൻസ് പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ്. വലിയ ആഡംബരമായിട്ടുള്ള മേക്കപ്പൊന്നുമില്ല, അത്യാവശ്യം ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. 8 മണിക്കാണ് ഡാൻസിൻ്റെ പ്രോഗ്രാം. ഞാനൊരു 5 മണിയായപ്പോൾ തന്നെ റെഡിയായി. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്കായി. ഇനിയൊരു അരപ്പട്ടയും നെക്ലേസും, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിലൂടെ കാണാം.